വീട് കാണിക്കും. എല്ലാവരും മുഖം എടുത്തു. എയർപോർട്ട് സൈഡിൽ ഇല്ല ഇടുക്കിയിലെ ഗ്രാജുവേഷനാ. ഇത് ക്രോസ് ഫീഡാന്ന് അറിയാമല്ലോ, കാണാമോ? അപ്പോൾ നമുക്കൊരു 5 mm കട്ട് ചെയ്യണം. അപ്പോൾ ഒരു 5 mm എന്ന് പറയുമ്പോൾ നമുക്കൊരു 2-3 കട്ടായിട്ട് കൊടുക്കാം. ഒരു 2 mm കട്ട് ചെയ്യാം. അപ്പോൾ 2 mm ഒന്ന് കൊടുക്കാൻ അറിയുമോ? അങ്ങനെ ലിസ്റ്റ് കൊണ്ട് അറിയാമോ? ലിസ്റ്റ് കൊണ്ട് നോക്കാം. ഇതിന് ലിസ്റ്റ് കൊണ്ട് എത്ര? അതായത് ഒരു ഡിവിഷൻ്റെ വാല്യൂ, ഒരു ചെറിയ ഡിവിഷൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? പറയാൻ പറ്റുമോ? അതായത് ഒരു ഡിവിഷൻ്റെ, ഒരു മെയിൻ ഡിവിഷൻ്റെ വാല്യൂ എത്ര കൊടുത്തേക്കുന്നത്? 2.2. അടുത്ത അത്ര 0.2 ഏതിൻ്റെ ലിസ്റ്റ് ഉണ്ട്? ഓക്കെ അല്ലേ? കാരണം 0.2 ആണ് ഒരു മെയിൻ ഡിവിഷൻ്റെ വാല്യൂ. അതിനെ വീണ്ടും 10 കറക്റ്റ് അല്ലേ? മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 2.2 നിൽക്കുന്നത്. 2 mm ആകുമ്പോൾ എത്ര വരും? 4.2 അല്ലേ? ഒന്ന് കൊടുക്കാം. അങ്ങോട്ടാണോ? ലെഫ്റ്റ് 4.2. ഇത്ര ആക്യുറേറ്റ് കൊടുക്കേണ്ട കാര്യം കണ്ടപ്പോഴല്ലോ. നമുക്ക് അടുത്തതിന് ഇച്ചിരി കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ 2 mm ആയല്ലേ, ഇനി കട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല ടൈറ്റ് ചെയ്തല്ലോ ചക്കൊക്കെ. സീറോ വന്നപ്പോൾ എത്രയായി? 4.6. 0.4 ആയി. 2 കൂടെ വരുമ്പോൾ 6 ആവും. അപ്പോൾ 4 വരുമ്പോൾ 1 mm അല്ലേ? എത്ര? 6-ലല്ലേ നമ്മൾ നിന്ന്? 1 mm ആയി. 4.6-ലല്ലേ നിന്ന്? അപ്പോൾ 0.6 ആയപ്പോൾ 1 mm. അടുത്ത നമ്മൾ ഇനി 1.6 കൊടുക്കും. 2.6 കൊടുക്കും. അപ്പോൾ എത്ര mm ആയി? അപ്പോൾ 3 mm ആയില്ലേ? 4.6-ലല്ലേ നിന്ന്? അപ്പോൾ 0.6 ആകുമ്പോൾ അടുത്ത 0.6-ന് കാര്യം 5 വരെ ഉള്ളു. എത്ര ഡിവിഷൻ? ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്ര? 5 ആണെന്നോ? 5 mm. ഓക്കെ. അപ്പോൾ 3 mm കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്ത കട്ട് കൊടുക്കാം. അപ്പോൾ 3 mm കട്ട് പോകാം. ചെയ്യേണ്ടത് പറഞ്ഞാൽ 3 mm കട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഡയമെൻഷൻ കറക്റ്റാണോ ചെക്ക് ചെയ്യാം. ഇത് ഹെർണർക്ക് ഉണ്ടോ? ഇതെടുത്തിട്ട് പോകണം. എത്ര വേണ്ട? 72 ഉണ്ട്. എത്ര വേണ്ടല്ലോ? ഇത് മിഷൻ ഏതാ മിഷൻ? മില്ലിംഗ് മിഷൻ. എങ്ങനെ മില്ലിംഗ് വെറുതെ ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ മില്ലിംഗ് മിഷൻ. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മളെന്താണ് ഉപയോഗിക്കുന്നത്? അത് പാഴ്സലൊക്കെ അറിയാം. നോക്കിയാ ബുക്ക് നോക്കിയാ ഇല്ല. ഇത് കോളം. ഇതിന് ഓവറാ. ഇത് ആർബർ. ആർബറല്ല, ആർബർ എന്നല്ലേ പറഞ്ഞു? ആർബർ മറ്റേ ഇതായിപ്പോ. എന്നിട്ട് ഇത് ആർബർ സപ്പോർട്ട് ഓർ യോക്ക്. ഓക്കെ. ഇത് സ്പേസർ. ആർബറിനകത്താണ് വരുന്നത്. ഇത് സ്പേസർ. എന്താണ് സ്പേസർ യൂസ് ചെയ്യുന്നത്? നമുക്ക് കട്ടറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ. ഇത് ടേബിൾ. ലോജിറ്റ്യൂഡൽ ഫീഡ്. ഇത് ക്രോസ് ഫീഡ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മോഡ്. അപ്പം 3 ആക്സിസ് എക്സ് വൈ സെഡ്. ഓക്കെ. ഇത് നീ. ഇത് എലിവേറ്റിംഗ് സ്ക്രൂ ഏറ്റവും അടിക്കും.
അപ്പോൾ മെയിൻ പാർട്സുകൾ എത്രയാണ്? ഇത് ഡിവൈഡിങ് ഹെഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്ലേറ്റ് മിക്സ് ചെയ്യാനൊക്കെ. ഡിവൈഡിങ് ഹെഡ് എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താ അങ്ങനെ പറയാം, ഒറ്റ ഉത്തരം, എല്ലാ ഉത്തരവും ഒറ്റ ഉത്തരമാണ്. സർഫസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, ഇത്രയും പറയാം. അത് വേറൊന്നും പറയാൻ നിൽക്കണ്ട. വേറെ പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും, കേൾക്കുന്ന അങ്ങ് മനസ്സിലാവും അല്ലേ. സർഫസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഡിവൈഡിങ് ഹെഡ്. ഇതിൻ്റെ റേഷ്യോ എങ്ങനെ? 1/40 അല്ലേ? 1/40 അല്ലേ? എങ്ങനെയാണ് പറയുന്നത്? എന്താ 40? അതിപ്പോൾ ഇത് അറിയാത്ത ഒരാളുടെ അടുത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. 40 റൊട്ടേഷൻ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പറയുമ്പോൾ മനസ്സിലാവുന്ന നിൽക്കണം. എങ്ങനെ പറയാൻ പറ്റും? 40 എന്തോ കറക്കും 40 പ്ലേറ്റ് കറക്കുമ്പോൾ ഇൻഡെക്സ് പ്ലേറ്റ് എങ്ങനെ കറങ്ങുന്നത്? ഇൻഡെക്സ് പ്ലേറ്റ് കറങ്ങത്തൊന്നുമില്ല, ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ കറക്റ്റ് പറയുമ്പോൾ കൃത്യമായി പറയണം. എങ്ങനെ പറയും? ഡിവൈഡിങ് ഹെഡിൻ്റെ ഇങ്ങനെ പറയും. ഡിവൈഡിങ് ഹെഡിൻ്റെ ക്രാങ്കിന് 40 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പിൻഡിൽ ഒരു പ്രാവശ്യം മൂവിയും അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നതൊക്കെ മനസ്സിലാവത്തില്ലേ അല്ലേ? അങ്ങനെ പറയാം കേട്ടോ. ഡിവൈഡിങ് ഹെഡിൻ്റെ ക്രാങ്കിന് 40 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പിൻഡിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. അതാണ് 1/40. നമ്മളെല്ലാം അങ്ങനെ പഠിക്കാം, അല്ല അത് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിവൈഡ് ഹെഡിന് ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ എത്ര വലിയ സർഫസ് ആയാലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതെല്ലാം പറഞ്ഞില്ല സാർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇപ്പം മില്ലിംഗ് മെഷീനിൽ വന്നു. നമുക്കറിയാം ഇത് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനാണ്. ഇതിനകത്താണ് ഗിയർ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഗിയർ കട്ട് ചെയ്യാനുള്ള 55 ടീത്തിനുള്ള സർഫസും കറക്റ്റ് ചെയ്യും. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് വന്നിട്ടുണ്ട്? എന്തേ നമ്മൾ ലെയ്ത്തിൽ പോയിട്ട് ഫസ്റ്റ് എന്തായി? ടൂള് സെറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ. ഇതിൻ്റെ ടൂൾ ഏതാ? കട്ടർ. മില്ലിംഗ് കട്ടർ. ഓക്കെ, അതെങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ സെൻറ്റർ ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ അവിടെ ടൂൾ വെച്ചു, അതിന് ശേഷം സെൻറ്റർ ചെയ്തു. ഇവിടെ ടൂൾ വെക്കേണ്ട ഇരിപ്പുണ്ട്. തിരിച്ച് നമുക്ക് ഡി പി തന്നല്ലോ, 20 DP. വിവിധ ടൈപ്പ് ഡി പി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡി പി പറഞ്ഞാൽ നമ്മളിത് ബോധ്യപ്പെടണം, ഇതിൽ കിടക്കുന്ന ഡി പി എത്രയാണെന്നുണ്ട്. മനസ്സിലായില്ലേ? അന്നേരം എന്ത് വേണം? നമ്മളിതിനെല്ലാം റിലീസ് ചെയ്യണം. റിലീസ് ചെയ്ത് കട്ടറിനെ വെളിയിലെടുത്ത് അതിൻ്റെ ഡി പി എത്ര നോക്കണം. എന്നിട്ട് നമുക്ക് തന്നേക്കുന്ന ഡി പി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്യണം. എങ്ങനെ സെൻറ്റർ ചെയ്യാൻ പറ്റും? കട്ടിംഗ് റോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ടറാണ്. എങ്ങനെ സെൻറ്റർ ചെയ്യും? നമ്മൾ അവിടുത്തെ കണക്ക് സെൻറ്റർ ചെയ്യാൻ പറ്റുമോ? ലേറ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തീരുമാനിക്കുക. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഉറച്ച് തീരുമാനമായിരിക്കണം. ഒന്നെങ്കിൽ ഒക്കും അല്ലെങ്കിൽ ഒക്കത്തില്ല എന്നാൽ ഉറച്ച വേണം. പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് നോക്കുക, ഇതിൻ്റെ പാഴ്സൊക്കെ നോക്കുക. ശരി, ഇത് ഡിവൈഡിങ് ഹെഡ്. നമ്മുടെ വർക്ക് പീസിനെവിടെ ഹോൾഡ് ചെയ്യുന്നത്? ഇതിനകത്തായിരിക്കും, ഇവിടെ സ്പിൻഡിൽ ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യണോ? അതെവിടെ ഹോൾഡ് ചെയ്യും? ഫ്രീ എൻഡ്, ഫ്രീ ആയിട്ടുള്ള എൻഡ് എവിടെ ഹോൾഡ് ചെയ്യും? ഇതില ഉണ്ടോ? ഉണ്ട് അതല്ലേ? അപ്പോൾ ലെയ്ത്തിൽ എങ്ങനെയാണ്? സെൻറ്റർ എവിടെ ചെയ്യുന്നത്? തുമ്പത്തല്ല, അങ്ങനെ പറയുന്നത്. ടേസ്റ്റ് സ്റ്റോക്കിൽ റിവോൾവിംഗ് സെൻറ്ററിൻ്റെ പോയിന്റ് അല്ലേ? അങ്ങനെ സെൻറ്റർ ചെയ്തോ? അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലേ? ഉണ്ട്. ഇപ്പോൾ എവിടെ നിന്നാണ്? അന്നേരം ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ സാധനം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, അല്ലല്ലോ? അന്നേരം മൂലമല്ലേ? പിന്നെ എന്താ നോക്കിയിട്ട് പറയട്ടെ? സെൻറ്റർ ചെറിയ സ്പാർട്ട് എടുക്കാം. ആ ബോക്സിൽ കിടക്കുന്നു. ചിലപ്പോൾ പാട്ട് സമയമില്ല. നമുക്ക് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തന്നതിനും മനസ്സിലാവില്ല, നടക്കത്തില്ല. പെട്ടെന്ന് അതൊക്കെ മാറ്റി ഓഫീസിനെ മാറ്റി സെൻറ്റർ ടൂൾ സെൻറ്റർ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം.
മൂന്ന് ആക്സസ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തിരിച്ചാൽ പോയില്ലേ? അടുക്കില്ല അതിക്ക് നീക്കിക്കൊണ്ടോ അതങ്ങ് മാറ്റി അതെന്താ എടുത്തോണ്ടോ സാധനം വലിച്ചോണ്ടോ ഇതെന്ന് വെച്ചത് നീ അടുത്തെന്താണോ ഇനി എന്താ വേണ്ട ആ പൊക്കണം എവിടെ പൊക്കുന്ന മൂന്ന് ആക്സസ് ചെയ്യാൻ പറഞ്ഞു തന്നില്ലേ ഇതേ സ്പീഡാ ക്രോസ് സ്പീഡ് ക്രോസ് സ്പീഡ് ഇനി അപ്പ് ആൻഡ് ഡൗൺ ഏതാ കറക്റ്റ് പൊങ്ങുന്നു അത് മാറ്റി പോയി അതല്ല ആരെങ്കിലും വാങ്ങിച്ചു പോയി ഇത് വർക്ക് ചെയ്യുമ്പോൾ വേറെ സാധനം കൈ വെക്കാൻ പാടില്ല മെഷീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കാം പൊങ്ങുന്നോ ഒട്ടിക്കണ്ട നമ്മൾ അടുത്ത് കൊണ്ടുവച്ചിട്ടിങ്ങനെ കണ്ണു വെച്ചാൽ നോക്കണം അപ്പോൾ നമുക്കറിയാൻ പറ്റും ഓക്കെ ശരി എന്നാൽ നീ താത്തോ ഇനിയിപ്പോൾ ഈ സെൻറ്റർ ഔട്ടാണ് ഏത് മൂവ്മെൻറ്റിൽ സെൻറ്റർ ഔട്ടാകും ഏത് മൂവ്മെൻറ്റിൽ സെൻറ്റർ ഔട്ടാകും ക്രോസ് സ്പീഡിൽ അല്ലേ എത്തിയാലും താത്താനൊന്നും മാറത്തില്ല ലോജിറ്റോട് ഫീഡ് കൊടുത്താൽ സെൻറ്റർ മാറത്തില്ല ക്രോസ് സ്പീഡ് മാത്രമേ സെൻറ്റർ മാറത്തുള്ളൂ കാണിച്ചു കൊടുക്കാം ആ നെക്സ്റ്റ് ഒറ്റടി ആ അതെ നമുക്ക് ചുറ്റിനെ ആ കയ്യൊന്നുമില്ല കേട്ടാ ആ ആ ഇനി അടുത്തെന്താ എന്ത് ടൈറ്റ് ഉണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അടുത്തൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ എന്താ പാലെടുത്ത് കൈ കൊടുത്തപ്പോൾ കറങ്ങുന്നില്ല രണ്ട് സൈഡ് ഒരാളോ ടൈറ്റ് കേട്ടോ രണ്ടും കൂടെ ചെയ്യും അങ്ങനെ ചെയ്യരുത് ആ ആ കുഴപ്പമില്ല ചെയ്യും നമ്മൾ ഏതൊരു സ്ഥാനത്തായാലും ഒന്നിലധികം സാധനം ഉണ്ടെങ്കിൽ എല്ലാം ഈക്വലായിട്ട് ടൈറ്റ് ചെയ്യണം നമ്മളിപ്പോൾ വണ്ടിയുടെ വീല് പഞ്ചറായി വീൽ ഇളക്കുമ്പോഴേ നമ്മൾ ഒരെണ്ണാഴ്ച കൂടും അല്ല എല്ലാം ഒരേ ഇളക്കിൽ യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോന്ന് ഈക്വലായിട്ട് ടൈറ്റ് ചെയ്യും ഓക്കെ ടൈറ്റ് ഓക്കെ അപ്പോൾ സെറ്റിംഗ് ചെയ്യും ഇനി എന്താ നമുക്ക് ലെയ്ത്തിൽ കാര്യം മനസ്സിലായിട്ടുള്ളവർക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് സെറ്റിങ്സ് എല്ലാം ഫീഡ് കറക്റ്റ് ചെയ്യണം ഫീഡ് കറക്റ്റ് ചെയ്യണം അതാണ് ലെയ്ത്തിൽ ഫീഡ് ആരാണ് കറക്റ്റ് ചെയ്തത് അന്നേരം ലെയ്ത്തിൽ ഫീഡ് കറക്റ്റ് ചെയ്തായിരുന്നോ ലെയ്ത്ത് ഇല്ല പിന്നെന്താ ഇത് ആ പറ ആ 0 സെറ്റ് ചെയ്യണം അതല്ലേ ചെയ്തേ ഫീഡ് എവിടെ നിന്ന് കിട്ടിയത് പുതിയതായിട്ട് നമ്മൾ ടൂൾ സെറ്റ് ചെയ്തു അതിനുശേഷം വർക്ക് പീസ് സെറ്റ് ചെയ്തു പിന്നീട് എന്താ ചെയ്താൽ 0 സെറ്റ് കാര്യം നമുക്ക് ഇത് കൊടുക്കണ്ടേ അപ്പോൾ 0 എന്നല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റും ആ 0 അവിടെ എങ്ങനെ കൊടുക്കും കൊടുക്കാം 0 ഇതല്ലേ സർഫസ് ഇവിടെ അല്ലേ പറയണ്ട 0 സാർ ഇതിൻ്റെ പ്ലേറ്റ് ഓൾറെഡി 2 തന്നെയാണ് ഇത് പ്ലേറ്റ് മാറ്റണ്ട അതൊക്കെ മാറ്റാം പ്രോഗ്രാം ചെയ്യില്ലേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യും കേട്ടോ ചെറിയ പട്ടി
നിർത്ത് എങ്ങനെ 0 സെറ്റ് ചെയ്യാൻ പറഞ്ഞ എങ്ങനെയായിരുന്നു അവിടെ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് 0 ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും എങ്ങനെ കോണ്ടാക്ട് ചെയ്തു ടൂള് സ്റ്റില്ലായിട്ട് നിർത്തിയിട്ടാണോ വിഷയം വഞ്ചയാണ് കേട്ടാ മറന്നുപോയില്ലേ എന്തുകൂടെ ഇത് ഇത്രയും പെട്ടെന്ന് ഇക്കണക്കിന് ക്ലാസ്സിന് ഇവിടെ പുറത്തിറങ്ങാൻ മുമ്പിൽ ഒന്നും കാണത്തില്ലല്ലോ സ്റ്റാർട്ട് ചെയ്യും അതങ്ങനെ പറ്റാം പൊക്കല്ലേ പേടിയാവും കറക്റ്റ് അടിച്ചാ നമുക്കടാ വെച്ച് പിടിച്ച് കറക്കരുത് തട്ടിത്തട്ടി കൊടുക്കണം കേട്ടോ പിടിച്ച് കറക്കി ചെന്ന് കട്ടാവും പാടില്ല അടുത്ത് വന്നിട്ട് തട്ടി കൊടുക്കും പോട്ടെ മതി ഇത് തട്ട് കൈ കൊണ്ട് തട്ട് പതുക്കെ തട്ടി പൊളിക്കുക തട്ടുമ്പോൾ ചോക്ക് പറഞ്ഞു ഇല്ല അത് കാറ്റുകൊണ്ട് പറഞ്ഞു അല്ലേ ആണാണ് കാറ്റുകൊണ്ട് പറഞ്ഞു ചെറുതായിട്ട് തട്ടിക്കോളും ആയിക്കോട്ടെ ഇപ്പം തട്ടി കണ്ടാ ഓക്കെ തട്ടി ഒന്നും പോയിട്ടില്ല ഉണ്ടാ പോകാൻ പാടില്ല നെറ്റില്ല റിമൂവ് ചെയ്യാൻ പാടില്ല റിമൂവ് ചെയ്താൽ അവിടെ ഡെപ്പ് പോയെന്നുള്ളേ 0 ആകത്തില്ല അത് പിന്നെ -0 അപ്പോൾ 0 ഓക്കെ ഓഫി ഇനി എന്താ വേണ്ട അപ്പോൾ അത്ര സെറ്റിങ്സ് അല്ലേ ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇൻഡെക്സിങ്ങിലോട്ട് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടല്ലോ ഇത് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നില്ല അവിടെ നമ്മൾ ചെയ്തില്ലല്ലോ പറ ഇനി എന്താ വേണ്ടേ നമ്മളവിടെ 0 കൊടുത്തല്ലോ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നിട്ട് പിന്നെ എന്തായാലും ഡെപ്ത് ഓഫ് കട്ട് എന്താണ് വേണ്ടേ എത്ര ഡെപ്ത് കട്ട് 3 എവിടെ തട്ടി സാറ് പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യമുണ്ടോ സാറ് പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെടണം ഒരാൾ പറഞ്ഞു വിചാരിച്ച കാര്യം ഇപ്പോൾ കുണ്ട്ര ചൂണ്ടിക്കാണിച്ചത് കൊല്ലാന്ന് പറഞ്ഞാൽ അംഗീകരിക്കും ഇല്ല കൊല്ലം നമുക്കറിയാം ഇവിടെ വന്നു അപ്പോൾ നമ്മൾ പറയാം അവിടെ അല്ല കുണ്ട്ര അല്ല കൊല്ലം ഇവിടെ കൊണ്ടുവന്നു അതുപോലെ സാറ് 3 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടി 3 ടൂളിൻ്റെ ഹൈറ്റാ ടൂളിൻ്റെ ഡെപ്ത് എത്ര 3 എങ്ങനെ ഡെപ്ത് കിട്ടുക ചുമ്മാതെ ചെയ്താൽ മതി ആർപ്പറില്ല നീളോ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും ഡെപ്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും അളവറിയാം ഈ ഡെപ്തിൻ്റെ അളവറിയാം എങ്ങനെ അറിയാം ഡെപ്താണ് എഴുതിയത് ഡെപ്തൊക്കെ ഇട്ട് എങ്ങനെ അറിയത്തില്ല ടെസ്റ്റ് ഉണ്ടോ ഇവിടെ ഉള്ളത് ബുക്ക് വായിക്കാത്തതിൻ്റെ പ്രശ്നം അത് മൊത്തം മനസ്സിലായില്ലേ ബുക്ക് വായിച്ചെങ്കിൽ ഇപ്പം ഡെപ്തൊക്കെ ഇട്ട് പറയും ഇത് വെറുതെ കാശ് കൊടുത്ത് മേടിച്ച് ചെയ്യില്ലേ എന്തെങ്കിലും ഉപയോഗം എത്ര കിട്ടിയ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാലേ നമ്മൾ ടൈറ്റ് ചെയ്താ ഞാൻ ടൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത് 0 അല്ലേ ഫസ്റ്റ് റീഡിങ് എത്ര നോക്ക് പുറത്തു എത്ര തിരിച്ചായിരുന്നു എടുക്കുന്നത് 0.05 തിരിച്ച് കറക്കി ഇപ്പോൾ മനസ്സിലായ .05 അല്ലേ ശരി ഇങ്ങനല്ല അപ്പാക്കണ്ട തിരിച്ചാവും താക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ലല്ല
എല്ലാവർക്കും മനസ്സിലാകണേ? ആ, നമ്മൾ 0 ഇവിടെയും 0 സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് അവിടെയും 0 ഇവിടെയും 0. ഓക്കെ. ആ, ഇനി കൊടുക്ക്. ഡെപ്ത് കട്ട് കൊടുക്കും. എത്രയാണ്? 2.7. അങ്ങോട്ട് തിരിയില്ല. തിരിച്ച് ഇറക്കല്ലേ, മേലോട്ട് ഇറക്കാതെ തിരിച്ച് ഇറങ്ങിയാൽ എല്ലാം മതി. ആ, ഇറങ്ങി ഒരു ഫുൾ റൊട്ടേഷൻ കറക്കാം. അപ്പോൾ എത്രയായി? ആ 0. ആ, ഇത് കൂട്ടി കുഴപ്പമില്ല. കുറച്ച് ഇപ്പോൾ ഇത് 2 ആയി. ഇപ്പോൾ 2 കഴിഞ്ഞു. 2.12 1 ആയി. 2 ആയില്ലേ? 1 അല്ലേ ആകുന്നത്? ആ 2.1. ആ 0.5 കൊടുക്കാം. പതുക്കെ കറക്കണം കേട്ടോ. പിടിച്ചോണ്ട് ഓടിക്കളല്ലേ. പതുക്കെ തട്ട് കൈകൊണ്ട് തട്ടിയാലും മതി. അടി ഇങ്ങനെ തട്ടിക്കൊടുക്കും. ആ മതി. അവിടെ തട്ടണോ ഇങ്ങനെ? ആ ആ അങ്ങനെ തട്ടും. തട്ടിയാൽ പോവുക കേട്ടോ. ബ്രേക്ക് തിരിച്ച് തട്ടാതെ. ഒന്നുകൂടെ കറക്റ്റ് ചെയ്യണം. തിരിച്ചു പോകരുത്. തിരിച്ചു പോയാൽ പോയി അത് എറർ കാണിക്കും. ആ ഇപ്പോൾ നമുക്കുണ്ടല്ലോ റെഡി ഇനിയും കൊടുക്കാൻ. എന്നാൽ പിന്നെ തിരിച്ചു പോകാം. ഇപ്പോൾ എത്രയായി? 2.5. ആ നമുക്ക് എത്ര എണ്ണി കൊടുക്കണ്ടേ? എത്ര ഡിവിഷൻ? 2.7. ആ കുറച്ചുകൂടി 0.2 ആകുമ്പോൾ എത്ര ഡിവിഷൻ പോകും? 4. അതൊക്കെ നോക്കിയിട്ട് കൊടുത്ത് എത്ര ഡിവിഷൻ പോകണം? 4. ഉറപ്പാന്നോ? അതാ അവർ പറഞ്ഞ കേട്ടോണ്ടോ? അങ്ങനെ പറയുന്നതാരും. ഇവിടെ വരുമ്പോൾ 6 വരും. 0.5 അല്ലേ ഒരു ഡിവിഷൻ. അപ്പോൾ 0.2 വരണമെങ്കിൽ 4 ഡിവിഷൻ മൂവ് ചെയ്യണ്ടേ? ഇതല്ലേ 0.2 വരും. ആ കൊടുക്കും. 4 ഡിവിഷൻ മൂവ് ചെയ്യും. പതുക്കെ തട്ടി കൊടുക്കും. പതുക്കെ തട്ടി കൊടുക്കും. അടുത്തായിട്ടാണ്. ഓക്കെ 4 ആയി. അത് 7 ആയി. ഇനി എത്ര ഉണ്ട്? 0.3. 0.3 ഇല്ലല്ലോ. 0.03. അതാണ് ചെറുതായിട്ടൊന്നും എനിക്ക് വെച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ ഡെപ്ത് കൂടെ എടുത്തല്ലോ. ഇനി നമ്മൾ ഈ ടേബിളിനെ ലോക്ക് ചെയ്യണം. എന്താ ഈ ലോഡ് വരുമ്പോൾ താരാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ആ നട്ടം നോക്കി ചെറിയ സ്പാൻ എടുത്ത് ലോക്കി. സ്റ്റാൻഡ് ഉണ്ട്. ചെറിയ സ്റ്റാൻഡ്. ആ 2 നട്ട് ടൈറ്റ് ചെയ്യും. നമുക്കല്ല ഒരു പരുവത്തിനങ്ങ് ലോക്ക് ചെയ്താണ്. നല്ല മുറിയില്ലേ? ചെറുതായിട്ടൊന്ന് മുറിക്കാം. ഓക്കെ. അപ്പോൾ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഇൻഡെക്സിങ്. സെറ്റിങ്സ് മനസ്സിലായി എല്ലാവർക്കും? മനസ്സിലായി? ഓക്കെ. അടുത്തെന്താ ഇനി? ഇൻഡെക്സ്. അപ്പോൾ നമ്മളെ പ്ലേറ്റ് ഏതാ? 33 പ്ലേറ്റ് വേണം അല്ലേ? ഇത് ഉണ്ടോ? ഏതാ? ഇൻഡെക്സിങ് എത്ര? 33, 29, 24 ആണ്. 29. ആ 24/33. 29 അല്ല. 24. ആ എടുക്കും. പ്ലേറ്റ് എന്തേ? എത്രാമത്തെ നമ്പറാ പ്ലേറ്റ്? നോക്കാം. അത് ഈ കിടക്കുന്നുണ്ടാകോ? അല്ല അതും പറയാം. ഇത് നമ്പർ എത്ര? ഏതെങ്കിലും അതിനാ ബോഡി കാണിച്ച് ഏതെങ്കിലും നമ്പർ നോക്കുന്നുണ്ടോ? ആ ഇതിനകത്ത് ഏതെങ്കിലും നമ്പർ ഏതാ? ഒരു നമ്പർ ഇതെത്ര? ലാസ്റ്റ് നമ്പർ 41 എത്രയാണ്? 41, 39 അല്ലേ? അപ്പോൾ ഇത് തന്നെ പ്ലേറ്റ് 33. സെക്കൻഡ് അല്ലേ? അല്ല രണ്ടാമത്തെ അപ്പോൾ ഇത് ഇല്ലേ? കേട്ടോ ഇത് 31, 33. അതിനുശേഷം 3 റീഡിങ് ഉണ്ടാകും. ഏറ്റവും ലാസ്റ്റ് 40. അപ്പോൾ ആണ് ഇതാണ് രണ്ടാമത്തത്. അപ്പോൾ പ്ലേറ്റ് കഴി സ്ക്രൂ ഡ്രൈവർ സ്പാനർ കഴിക്കേ. ഇങ്ങനെ വായിക്കുന്നു. സെക്ടറാണെന്ന് പറയും. നമുക്കിപ്പോൾ ഇതിനകത്ത് ഹോൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം. ഇപ്പോൾ നമ്മൾ ഈ 33 അല്ലേ എടുക്കണ്ടേ? 33ൻ്റെ ഹോൾ സർക്കിളിൽ നിന്ന് എത്ര ഹോളാണ് വേണ്ട നമുക്ക്? 24.
അപ്പോൾ എത്ര ഹോൾ കുറയ്ക്കണം? 9 അല്ലേ? 9 ഹോളല്ലേ കുറയ്ക്കണ്ടേ? 9 അല്ലേ? എല്ലാ പ്രാവശ്യവും 9 കുറച്ചുകൊണ്ടിരിക്കണം. അഴിച്ചെങ്കിലല്ലേ പഠിക്കാൻ പറ്റും. പക്ഷേ മേപ്പോട്ട് വീഴണം. എന്താ ഊരി മേപ്പോട്ട് മേലോട്ടാ ഇങ്ങോട്ടാ. സാധനം കണ്ടറിയത്തില്ലേ? ആ സ്ക്രൂ വഴി ഇത് മാറ്റി. നമുക്ക് ഈ ഇതിനകത്ത് 9 ഹോളിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ സാധനം അതാണ് അതിൻ്റെ മെത്തേഡ്. ഇത്ര വീഡിയോ അടിച്ചാൽ സ്റ്റോറേജ് പറഞ്ഞു പിടിച്ച് വലിക്കാൻ സ്ക്രൂ എന്തുവാണ് നിങ്ങളൊക്കെ? ഇവിടെ കൊച്ചു പിള്ളേരാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ഒന്നും മനസ്സിലാക്കൂല നേരത്തെ. നിങ്ങളൊന്നുമില്ല പൊട്ടമാണിരിക്കുന്നത്. ലെഫ്റ്റ് സ്ലിപ്പാവരുത്. എങ്ങോട്ടാ? വീണ്ടും അല്ല മറ്റേ സ്ക്രൂ ഡ്രൈവർ മറ്റേ കയറും. പിന്നെ ഇത് ഉപയോഗിക്കാൻ നോക്കാം. ഏതാ ഹോൾ? ഏതാ പ്ലേറ്റ്? ഏതാ നോക്ക്, കറക്റ്റ് ചെയ്ത് നോക്ക്. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അളക്കണ്ടേ? ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഹോൾ നോക്കിയിട്ട് പിന്നെ കറക്റ്റ് സ്ക്രൂ ഇട്ട ഹോളില്ലേ? ആ ഹോളിനെ കറക്റ്റ് ചെയ്യും. അത് പറഞ്ഞു. നമ്മൾ ഒരാളെ കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ ആ കൂടെ നിന്നിട്ട് ആ പുള്ളിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. സ്പ്രിംഗ് സാധനം നമ്മൾ ഹോൾ സർക്കിൾ സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുമോ? എത്രാമത്തെ? 33 പറഞ്ഞോളൂ. രണ്ടാമത്തെ അല്ലേ? എത്രാമത്തെ? 2. ആ പറ്റൂല. ഉണ്ടായോ? കറക്റ്റാണോ? സെക്കൻഡ് റൗണ്ടിലാണ് കിടക്കുന്നത്. ആ ശരി, ടൈറ്റ്. ഇപ്പം മുറുകയാണ്.
സ്പേസിങ് ഒക്കെ ഡെപ്തൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം ഒന്ന് ഓണാക്കെ മെഷീൻ സ്റ്റാർട്ടി ടേബിളൊക്കെ ലോക്ക് ചെയ്തല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഇത് കറങ്ങുന്നുണ്ടോ കട്ടറില്ല? ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഇവിടെ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് അവിടെ നോക്കുമ്പോൾ ക്ലോക്ക് ഇങ്ങനെ കറങ്ങുന്നു. ഏത് ബില്ലിംഗ് ആണ്? അപ്പ് ബില്ലിംഗ് ആണോ ഡൗൺ ബില്ലിംഗ്? അപ്പ് ബില്ലിംഗ്. എന്താ അപ്പ് ബില്ലിംഗ് കൊടുത്തത് നമ്മൾ? ഇത് കണ്ടില്ലേ? അഥവാ ഇതിൻ്റെ ലോഡ് വന്നാൽ ഊരിട്ട് വരും. ഇങ്ങോട്ടുള്ള ലോഡ് വരും. നമ്മൾ ഡൗൺ ബില്ലിംഗ് കൊടുത്താൽ അങ്ങോട്ട് ലോഡ് വരും. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഊരിപ്പോൾ സ്റ്റാർട്ട് വരും അല്ലേ? എത്ര ഉള്ളൂ? ഒരു കട്ട് കൊടുക്കട്ടെ. ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഒരു കട്ട് കൊടുക്കാൻ പോവാമോ? കട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതങ്ങ് ലോക്ക് ചെയ്യണം കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഇനി എന്ത് ചെയ്യുക? 24 ഹോള് മൂവി അതെന്താണോ 24 ഇടുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് 9 ഹോള് മാർക്ക് ചെയ്തതാണ്. തിരിച്ച് അങ്ങനെ ചെയ്യാം. ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 ചോക്ക് എടുത്ത് വെച്ചോ. ചോക്ക് എന്ത് ഈ ഹോള് കണ്ടോ? 1 2 3 4 5 6 7 8 9. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യല്ലേ. അപ്പം ഇനി അത് 20 അന്നേരം തന്നെ വേണ്ട ആ ചോക്ക് ഇട്ടേക്കുന്ന ഹോളിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് വേണം? ഇവിടെ നിന്ന് വേണം അല്ലേ? ഇതാ 1 കണ്ടോ? 2 3 4 5 6 7 8 9 10 11 12 ഇതില്ലേ 12 13 14 15 16 17 18 19 20 21 22 23 24 കേട്ടോ. അപ്പോൾ നമ്മൾ 24 എണ്ണതിനേക്കാളും നല്ലത് 9 എണ്ണിയാണ്. ബാക്കിലോട്ട് ഇടണം. എന്നിട്ട് ഫോർവേഡിൽ മൂവ് ചെയ്യണം. ഇനി അടുത്ത മൂവ്മെൻറ്റ് എങ്ങനെ? ഇതിനെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്യുക. ചെറുതായിട്ട് ഇത്ര മതി യൂസ് ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്യും. അടുത്ത കട്ട് കൊടുക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ആരെങ്കിലുമൊക്കെ നിന്ന് എണ്ണി കറക്റ്റ് ചെയ്ത് വെക്കുക. ഒരു കട്ട് തീരുമ്പോൾ അടുത്ത പെട്ടെന്ന് എടുക്കുക കേട്ടോ. എല്ലാവരും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. എല്ലാവരും സഹകരിച്ച് പെട്ടെന്ന് ചെയ്യും. ശരി. ആരാ കട്ട് ഇത് ലൂസ് ചെയ്യും. അതുകൊണ്ടെങ്കിൽ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡെക്സ് ചെയ്യല്ലോ. ലൂസ് ചെയ്ത് ഇൻഡെക്സ് ചെയ്യാവും. ഇൻഡെക്ഷൻ കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് തരും. ഇത് സംഭവം എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു. എന്തിനുള്ള സാധനം അത്? അല്ല, ഈ സ്പിൻഡിനെ ലോക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മൾ ഇതിൻ്റെ പർപ്പസോട് മനസ്സിലാക്കണം. ഈ സ്പിൻഡിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി. കാര്യം എന്താ? ലോഡ് വരുമ്പോൾ സ്പിൻഡിൽ ഇങ്ങനെ അനങ്ങാൻ പാടില്ല. അപ്പോൾ ഇത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇത് ലൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് മാത്രമേ കറങ്ങും, സ്പിൻഡിൽ കറങ്ങുന്നില്ല കേട്ടോ. നിനക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ചെയ്തു. മുന്നേ ഉള്ളത് വായിച്ചു. അവിടെ 9 തന്നെയാണ്. ഒമ്പത് 1 2 3 5
ഇതല്ലേ അതെ അതെ. അതല്ലടാ അല്ല അതിന് മുകളിൽ അതിന് മുകളിലല്ല അല്ലല്ല അത് നീ നേരത്തെ പറഞ്ഞത്. അത് തന്നെ ഉറപ്പാണോ ഏറ്റവും താഴെ ആദ്യം മാർക്ക് ചെയ്ത് മായ്ക്കാം. കറക്റ്റ് ആക്കിയിട്ട് ഓക്കെ അല്ലേ?